എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അതുപോലെ എല്ലാവർക്കും എൻ്റെ വക ഓണാശംസകൾ നേരുന്നു. നമുക്ക് ഓണസദ്യയിൽ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഭവമാണ് ഇഞ്ചിക്കറി. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഇഞ്ചിക്കറിയാണ്. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് ഇഞ്ചിക്കറി ചെയ്യുന്നത്, എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇഞ്ചി കഷ്ണങ്ങളാക്കിയത് ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ട് പോവാം. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 5-6 വലിയ ഇഞ്ചി ഇതേപോലെ നീട്ടത്തിൽ സ്ലൈസ് ചെയ്ത് അരിയാം, തിന്നാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കണം. ഓക്കെ, അത് നമ്മൾ ഇതിനകത്തോട്ടേക്ക് ഇട്ട് ഇനി ഫ്രൈ ചെയ്യാനായിട്ട് പോവാം. എണ്ണ നല്ല ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി നല്ല ഫ്രൈ ആയി. ഇനി നമുക്കിത് മാറ്റാം. ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് ചെറിയുള്ളി. ഇതൊരു 50 ഗ്രാം ചെറിയുള്ളി ഉണ്ടോ. ഇത് നമുക്ക് ഇതേപോലെ എണ്ണയിലിട്ടിട്ട് നല്ല ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി പകുതി ഫ്രൈ ആയി വരുമ്പോഴേക്കും അതിനകത്തോട്ടേക്ക് പച്ചമുളക്, ഞാനൊരു 3 പച്ചമുളക് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്തോട്ടേക്ക് ഇട്ടിട്ട് അതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്യാം. നമ്മുടെ ചെറിയുള്ളി നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി അടുപ്പ് ഓഫാക്കി ഇത് മാറ്റി വയ്ക്കാം, പൊരി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളിയൊക്കെ നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സി ജാറിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ നന്നായിട്ടൊന്ന് അരച്ച് പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, വല്ലാതെ അങ്ങോട്ട് പൗഡർ ആക്കിയിട്ടില്ല, എന്നാൽ ഒരു തരിതരിപ്പ് വേണം. എന്നാലേ നമുക്ക് ആ ഇഞ്ചിക്കറിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കടിക്കാൻ പറ്റുള്ളൂ. ഒരു സ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം ഒരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. മുളകൊന്ന് ചുമന്നതിന് ശേഷം കുറച്ച് കരിവേപ്പില. തീ നല്ലതുപോലെ കുറയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റവ് ഓഫാക്കാം. ഓഫാക്കിയിട്ട് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം, മസാലപ്പൊടികളൊക്കെ. ഇപ്പോൾ ഞാനിവിടെ സ്റ്റവ് ഓഫാക്കാൻ പോകും. പിന്നെ അതിലേക്ക് ഞാൻ മുളക് കൂടി ഇട്ട് കൊടുക്കാൻ പോവാം. 1, 2, 3 സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ചെറിയ സ്പൂണായിട്ട് നമുക്കൊരു 1/2 സ്പൂൺ കൂടി ഇടാം മല്ലിപ്പൊടി. അടുത്തത് 1 സ്പൂൺ ഉലുവാപ്പൊടി. ആക്കി കൊടുക്കുക. ഇനി നമുക്ക് അടുപ്പ് ഓണാക്കാം. സ്ലോയിൽ വെച്ചാൽ മതി. സ്ലോ ഹീറ്റിൽ വെച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പം ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി നല്ല മൂത്തൊരു മണം കിട്ടി. ഇനി നമ്മൾ എന്തൊക്കെ ഒഴിച്ചെടുക്കാനുള്ളത്, ഇനി നമുക്ക് പുളി വേണം. ഇതൊരു 2 നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ്. പുളി നല്ല മിക്സ് ആക്കിയിട്ട് പുളിവെള്ളം നമുക്ക് അതിനകത്ത് ഒഴിച്ചെടുക്കാം. പുളി വെച്ചതിന് ശേഷം കുറച്ച് നേരം തിളപ്പിക്കണം. ഒരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടും. നമ്മുടെ പുളിയുടെ ആ ഒരു സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം ശർക്കര കുറച്ചിട്ട് കൊടുക്കാം. അത് മധുരത്തിന് ഇവിടെ ഒരു 1, 2, 3 ഇട്ട് കൊടുക്കാം. നമുക്ക് ആ ഒരു മധുരവും പുളിയും ബാലൻസ് ആവുന്നത് പോലെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കരയും ആ പുളിവെള്ളമൊക്കെ കൂടെ നന്നായിട്ട് അലിഞ്ഞ് കുറച്ച് തിക്കായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ചു. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഇഞ്ചിയും ചെറിയുള്ളിയുടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിക്കറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് തീ ഓഫാക്കാം.
അതിനൊരു 2 ദിവസം മുന്നേ നിങ്ങൾക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിക്കറിയുടെ ഫ്ലേവർ നല്ല ഒന്നും കൂടെ ടേസ്റ്റ് കൂടും ഇഞ്ചിക്കറിക്ക്. നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഒരാഴ്ച 1.5 ആഴ്ചയോളം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇഞ്ചിക്കറി.